അമേരിക്കൻ പ്രസിഡന്റ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ എല്ലാ തുറമുഖങ്ങളും തീരപ്രദേശങ്ങളും വളഞ്ഞുകൊണ്ട് നാവിക ഉപരോധം ഏർപ്പെടുത്തിയതോടെ ലോകം ഒരു വലിയ സ്ഫോടനത്തിന്റെ വക്കിലെത്തിയിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെ അമേരിക്കയുടെ അനുമതിയില്ലാതെ പോകുന്ന ഏത് കപ്പലിനെയും പിടിച്ചെടുക്കുമെന്നും തങ്ങളുടെ ഉപരോധത്തിന് തടസ്സം നിൽക്കുന്ന കപ്പലുകളെ കടലിൽ നിന്ന് തുടച്ചു നീക്കുമെന്നുമാണ് ട്രംപിന്റെ ഞെട്ടിക്കുന്ന മുന്നറിയിപ്പ്. അമേരിക്കയുടെ ഈ ചട്ടമ്പിത്തരത്തിന് മുന്നിൽ വഴങ്ങാൻ ഇറാൻ തയ്യാറല്ലെന്ന് വ്യക്തമാക്കിയതോടെ പശ്ചിമേഷ്യയിലെ മണലാരണ്യം ഒരു മഹാ അഗ്നിപർവ്വതമായി മാറിയിരിക്കുകയാണ്. ഒരു വശത്ത് ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയും മറുവശത്ത് തിരിച്ചടിക്ക് കോപ്പുകൂട്ടുന്ന ഇറാനും നേർക്കുനേർ നിൽക്കുമ്പോൾ സാധാരണക്കാരൻ ഭയക്കുന്നത് വരാനിരിക്കുന്ന കൊടും ദാരിദ്ര്യത്തെയും ഇന്ധന വിലക്കയറ്റത്തെയുമാണ്. ഈ സംഘർഷം കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല, മറിച്ച് ആഗോള വിപണിയെ ഒന്നടങ്കം ബാധിക്കുന്ന ഒരു സാമ്പത്തിക വിപത്താണ്. ഇറാന്റെ തുറമുഖങ്ങൾ അമേരിക്ക തടഞ്ഞതോടെ പേർഷ്യൻ ഗൾഫിലെയും ഒമാൻ ഗൾഫിലെയും എല്ലാ തുറമുഖങ്ങളും ആക്രമിക്കുമെന്ന ഭീഷണി ഇറാന് മുഴക്കിക്കഴിഞ്ഞു. അമേരിക്കയെ പിന്തുണയ്ക്കുന്ന എല്ലാ രാജ്യങ്ങളുടെയും തുറമുഖങ്ങളെ ലക്ഷ്യമിടുമെന്നാണ് ഇറാൻ പറയുന്നത്. ഇതോടെ ഹോർമൂസ് കടലിടുക്ക് ഒരു മരണക്കെണിയായി മാറുകയാണ്. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ സിംഹഭാഗവും കടന്നുപോകുന്ന ഈ പാതയിൽ യുദ്ധവിമാനങ്ങളുടെ ഇരമ്പലും കപ്പൽ പടയുടെ നീക്കങ്ങളും വർദ്ധിക്കുമ്പോൾ ലോകമൊരു മഹാദുരന്തത്തിലേക്ക് വഴിമാറുകയാണ്. ഇറാന്റെ ഓരോ നീക്കത്തെയും സൈനികമായി നേരിടുമെന്ന് ട്രംപ് ആവർത്തിക്കുമ്പോൾ അത് കേവലം ഒരു പ്രാദേശിക യുദ്ധമല്ല, മറിച്ച് മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കമാവുമോ എന്നുപോലും ലോകം ഭയപ്പെടുകയാണ്. വാസ്തവത്തിൽ അമേരിക്കയുടെ ഈ കടുത്ത നിലപാട് അവരുടെ സഖ്യകക്ഷികളെ പോലും ഭയപ്പെടുത്തിയിരിക്കുകയാണ്. ഉപരോധം ശക്തമായതോടെ ആഗോളതലത്തിൽ എണ്ണവില കുതിച്ചുയരുകയാണ്. പെട്രോളിനും ഡീസലിനും സ്വർണ്ണവിലയാവുമ്പോൾ ട്രംപിന്റെ ഈ യുദ്ധാവേശത്തിന് പിന്തുണ നൽകാൻ അമേരിക്കയുടെ പല സുഹൃത്ത് രാജ്യങ്ങളും ഇപ്പോൾ മടിക്കുന്നു. പല രാജ്യങ്ങളും ഈ വിഷയത്തിൽ നിന്ന് താൽക്കാലികമായി ഒഴിഞ്ഞു നിൽക്കാനാണ് താൽപര്യപ്പെടുന്നത്. എണ്ണ വിപണിയിലെ അസ്ഥിരത തങ്ങളുടെ സ്വന്തം രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കുമെന്ന് അവർ ഭയപ്പെടുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതോടെ ഇനിയൊരു വെടിനിർത്തൽ ഉണ്ടാവുമോ എന്ന ചോദ്യത്തിന് പ്രസക്തിയേറുകയാണ്. ഓരോ നിമിഷവും പിരിമുറുക്കം വർദ്ധിക്കുമ്പോൾ നയതന്ത്രം പൂർണ്ണമായും പരാജയപ്പെട്ട കാഴ്ചയാണ് നാം കാണുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ കപ്പലുകളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന സൈറണുകൾ ലോകത്തിന്റെ ആകെ ഉറക്കം കെടുത്തുകയാണ്. ഇറാന്റെ പകരം വീട്ടൽ പദ്ധതികൾ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്നാണ് അമേരിക്കൻ ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകുന്നത്. സമാധാനത്തിന്റെ ഒരു വാതിൽ പോലും തുറന്നിടാതെ ട്രംപ് നടത്തുന്ന ഈ സൈനിക വിന്യാസം അമേരിക്കയെ ഒരു വലിയ കെണിയിലെത്തിക്കുമോ എന്ന ചർച്ചയും സജീവമാണ്. അതേസമയം ചൈനയും റഷ്യയും ഇറാന് നൽകുന്ന രഹസ്യ പിന്തുണ ട്രംപിനെ കൂടുതൽ ചൊടിപ്പിക്കുന്നുമുണ്ട്. സഖ്യകക്ഷികൾ പിന്മാറുമ്പോഴും തന്റെ വാശിയിൽ നിന്ന് ഒരടി പോലും പിന്നോട്ടു പോകാൻ ട്രംപ് തയ്യാറല്ല. വത്തിക്കാൻ പോപ്പിനെ പോലും പരിഹസിച്ച ട്രംപ് തന്റെ സൈനിക കരുത്തിൽ മാത്രം വിശ്വസിച്ചാണ് ഈ ചതുരംഗക്കളത്തിൽ കരുനീക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സംഘർഷം അതിനിർണായകമാണ്. നമ്മുടെ ഇന്ധന ആവശ്യങ്ങൾക്കായി ഈ സമുദ്രപാതകൾ സുരക്ഷിതമായിരിക്കണമെന്നത് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ ട്രംപ് ചർച്ചകൾ തള്ളിക്കളഞ്ഞ യുദ്ധത്തിലേക്ക് നീങ്ങുമ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. പെട്രോൾ പമ്പുകളിൽ സാധാരണക്കാരൻ തന്റെ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം ചെലവഴിക്കേണ്ടി വരുമ്പോൾ അത് ആത്യന്തികമായി ഒരു ജനതയുടെ പട്ടിണിക്കാണ് കാരണമാവുന്നത്. ഇന്ധനവില കുതിച്ചുയരുന്നത് ഗതാഗത ചെലവ് വർദ്ധിപ്പിക്കുകയും അത് ഭക്ഷണ സാധനങ്ങളുടെ വില ആകാശം ഉയർത്തുകയും ചെയ്യും. ഈ സൈലന്റ് റെവല്യൂഷൻ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ആർക്കും പ്രവചിക്കാനാവില്ല. പശ്ചിമേഷ്യയിലെ ഈ തീ അണയാൻ ഇനി ഒരു അത്ഭുതം തന്നെ സംഭവിക്കേണ്ടതായി വരും. ട്രംപ് തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ തിരിച്ചടിക്കാനായി ഇറാന്റെ സൈന്യം കാത്തിരിക്കുകയാണ്. ഈ പുകയുന്ന കനലുകൾ ഒരു മഹാ അഗ്നിയായി മാറാൻ അധികം സമയം വേണ്ടിവരില്ല എന്നതാണ് യാഥാർത്ഥ്യം. സമാധാനത്തിന്റെ വാക്കുകൾ ആയുധങ്ങളുടെ ശബ്ദത്തിനിടയിൽ മുങ്ങിപ്പോകുമ്പോൾ ലോകം മറ്റൊരു ഇരുണ്ട യുഗത്തിലേക്ക് ചുവടുവെക്കുകയാണോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ലോകം ഇനി ഒരിക്കലും പഴയതുപോലെയാകില്ല എന്നാണ്. ഈ യുദ്ധാവേശത്തിന് മുന്നിൽ മനുഷ്യജീവനും സമാധാനവും വെറും ജലരേഖയായി മാറുകയാണ്. ഈ നയതന്ത്ര യുദ്ധം ലോകത്തിന്റെ ഭാവി തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. ട്രംപിന്റെ പിടിവാശിയും ഇറാന്റെ പകയും തമ്മിലുള്ള പോരാട്ടത്തിൽ സാധാരണക്കാരായ ജനങ്ങളുടെ സമാധാനമാണ് കരിഞ്ഞു പോകുന്നത്. ആയുധബലത്തിൽ അമേരിക്ക അഹങ്കരിക്കുമ്പോൾ ലോകത്തിന് മുന്നറിയിപ്പായി ഇറാനും നിലയുറപ്പിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ മണലാരണ്യത്തിൽ പുകയുന്ന ഈ തീ നാളെ ലോകത്തിന്റെ ഓരോ കോണിലും പ്രകമ്പനം സൃഷ്ടിച്ചേക്കാം. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വിവേകം ജയിക്കുമോ അതോ ആയുധങ്ങൾ സംസാരിക്കുമോ എന്നത് വരും ദിവസങ്ങളിലെ ഏറ്റവും വലിയ ആശങ്ക തന്നെയാണ്.